നമസ്കാരം. കാർ ഇൻഫോ യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇവനും എന്താ കാറിന്റെ കാര്യത്തിന് മൊബൈലിന്റെ വയറൊക്കെ ആയിട്ടൊന്നും തോന്നുന്നുണ്ടോ അല്ലേ? ഇന്നത്തെ വിഷയം ഇതുമായി ബന്ധപ്പെട്ടതാണ്. ഇത് ബി ടൈപ്പ് ചാർജർ, ഇത് സി ടൈപ്പ്, ഇതേപോലെ എ ടൈപ്പ് ഉണ്ടായിരുന്നു. പണ്ടത്തെ ഉരുണ്ട പിന്നെ പണ്ടത്തെ നോക്കിയ ഫോണിന്റെ അങ്ങനെ പലതരത്തിലുള്ള ചാർജറുകൾ നമ്മൾ മൊബൈൽ ഫോണിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അടുത്തിടെ ഐഫോണിന് വരെ സി ടൈപ്പ് ചാർജറുകൾ നിർബന്ധമാക്കിക്കൊണ്ട് യൂറോപ്യൻ യൂണിയൻ ഒരു ഉത്തരവിറക്കിയിട്ടാണ്. ഇപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഒട്ടുമിക്ക ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സും സി ടൈപ്പ് ചാർജറുമായിട്ട് വേണം വരാൻ എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട് നിർമ്മാതാക്കൾ എല്ലാവരും. ഇതുപോലത്തെ ഒരു തീരുമാനം ലോകത്ത് എന്ന് വരുമോ കണ്ടറിയണം അല്ലേ? എന്താണ് ഇതിന്റെ ആവശ്യം? ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇവനിപ്പോ എന്തിനാ അതൊക്കെ പറയണേ? ഞങ്ങൾ ഓക്കെ ആണല്ലോ ഉപയോഗിക്കുന്നവർ പറയും, ഞങ്ങൾ ഓക്കെ ആണല്ലോ ഇപ്പോഴുള്ള ചാർജർ എന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാം. നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങളുടെ മറുപടി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ടൊന്ന് ഇട്ടേക്കണേ. മറ്റൊന്നുമല്ല, ഇപ്പോൾ ഉപയോഗിക്കുന്ന എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പലതരം ചാർജറുകളാണ് മാർക്കറ്റിലുള്ളത്. ഓരോ നിർമ്മാതാക്കളും ഓരോ ഷേപ്പിലുള്ള ചാർജറാണ് രംഗത്തിറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം പകരം 2 വീലർ 3 വീലർ 4 വീലറിന് അതിന് മുകളിൽ വരുമ്പോൾ അവിടെ എല്ലാം കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചാർജർ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ ഗുണം? അതായത് സോക്കറ്റിന്റെ ടിപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ചാർജിങ് പോയിന്റുകൾ സിമിലർ ആയി കഴിഞ്ഞാൽ, സ്റ്റാൻഡേർഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇത് മനസ്സിലാവണമെങ്കിൽ ഒരു കാര്യം പറയാം. 2 വീലർ 3 വീലർ എല്ലാ വാഹനത്തിലും പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ അടിക്കുന്ന ആ ടാങ്കിന്റെ വായ, അതിലേക്ക് കൊണ്ടു വയ്ക്കുന്ന നോസില്, ഇത് രണ്ടും സ്റ്റാൻഡേർഡ് അല്ലേ, കോമൺ അല്ലേ? എന്താ ഇത് ചെയ്യാത്ത? വിയിലും ഇതല്ലേ വേണ്ടത്? ഒരു സ്റ്റാൻഡേർഡ് വരേണ്ടത് അത്യാവശ്യമല്ലേ? സ്റ്റാൻഡേർഡൈസേഷൻ എല്ലാ മേഖലകളിലും ഉള്ളതാണ്. എന്തുകൊണ്ട് ഇലക്ട്രിക് വാഹനങ്ങളിൽ മാത്രം ഈ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ വന്നിട്ടില്ല? എനിക്ക് തോന്നിയ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഉദാഹരണം ഞാൻ പറയാം. ആദ്യം നമ്മുടെ HP പ്രിന്റർ. ഞാനൊക്കെ പ്രിന്റർ ആദ്യമായിട്ട് വാങ്ങുന്ന സമയത്ത് 1500 രൂപയ്ക്ക് പ്രിന്റർ കിട്ടും. അടിപൊളി. പ്രിന്റർ വാങ്ങുന്നു, പ്രിന്റ് അടിക്കുന്നു, മഷി തീരുന്നു. കാട്രിഡ്ജ് വാങ്ങാൻ കടയിൽ ചെല്ലുമ്പോൾ കാട്രിഡ്ജിന് 1400 രൂപ. അല്ല, പ്രിന്ററിന് 1500. ഇത് കാട്രിഡ്ജ് ഇങ്ങനെയാണ്, കാട്രിഡ്ജിന് 1400 രൂപയാണ്. ശരി, കാട്രിഡ്ജ് വാങ്ങി വരുന്നു, വീണ്ടും തീരുന്നു. നമ്മൾ റീഫിൽ ചെയ്യുന്ന സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു, 2-3 തവണ പറ്റും. അത് HP കാർ കണ്ടെത്തി, അതും ബ്ലോക്ക് ചെയ്തു. ഈ ഒരു രീതി HP പിന്തുടർന്നിരുന്നു. ഇത് കണ്ടിട്ടാണ് നമ്മുടെ അംബാനി ചേട്ടൻ 500 രൂപയ്ക്ക് മൊബൈൽ വന്ന് മാസം ബില്ല് അടപ്പിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ ആണോ ഇത് എന്നെനിക്കൊരു സംശയം. വെറും സംശയം മാത്രമാണ്. നമ്മൾ 1 ലക്ഷം അല്ലെങ്കിൽ 1.5 ലക്ഷം കൊടുത്ത് ഒരു 2 വീലർ വാങ്ങുന്നു, അല്ലെങ്കിൽ 5-10 ലക്ഷം കൊടുത്തൊരു കാർ വാങ്ങുന്നു. കാറിന് വലിയ കഥയിൽ ബാധിക്കുന്നില്ലെങ്കിലും 2 വീലറിന്റെ ചാർജർ അടിച്ചു പോയി കഴിഞ്ഞാൽ മിനിമം 20,000 രൂപ വേണം നമുക്ക് പുതിയ ചാർജർ വാങ്ങാനായിട്ട്. കാരണം നമ്മളെ വീട്ടിൽ കുത്തി ചാർജ് ചെയ്യണ്ടേ? ഇത് നേരെ മറിച്ച് എല്ലാ ചാർജിങ് സ്റ്റേഷനുകളിലും സ്റ്റാൻഡേർഡ് കേബിൾ വന്നു കഴിഞ്ഞാൽ, സ്റ്റാൻഡേർഡ് ചാർജർ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഉപകാരപ്രദമല്ലേ? ഇനിയിപ്പോ ഇതിന് വരുന്ന മറുപടി വേറെ ഒന്നുമല്ല, ഇവിടെ മണ്ടോ ഓരോന്നിനും ഓരോ വാട്ടാണ്. അപ്പൊ നിർമ്മാതാക്കള് ഇത് കണ്ടില്ല എന്ന് അടിക്കുന്നതാണോ? അറിവില്ലായ്മ ആവില്ല, എന്തായാലും കണ്ടില്ല എന്ന് അടിക്കുന്നത് തന്നെയാണ്, മനഃപൂർവ്വം ആവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാൻ വീണ്ടും പറയുന്നുണ്ട്. ഒരു കോമൺ ചാർജർ വന്നു കഴിഞ്ഞാൽ ഏത് വാഹനത്തിനും സോക്കറ്റ് സെയിം ആണ്. അതായത് നമ്മൾ ചെല്ലുമ്പോൾ പെട്രോൾ പമ്പ് തന്നെ ഓസിലെടുക്കുന്ന പോലെ ചാർജിങ് സ്റ്റേഷനിൽ കേബിൾ അവിടെ ഉണ്ടായിരിക്കും. നമ്മുടെ വാഹനത്തിൽ അത് കൊണ്ടുവന്ന് കണക്ട് ചെയ്താൽ മതി. എല്ലാ വാഹനത്തിനും ഒരേ വലിപ്പമുള്ള ചാർജിങ് പോയിന്റ്, സോക്കറ്റ് സെയിം ആയിരിക്കും. അഡാപ്റ്റർ നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് കണക്ട് ചെയ്ത് വെക്കുന്നു. വാട്ട് എത്ര വേണം എന്നുള്ളത് വാഹനത്തിലും സെറ്റപ്പ് ഉണ്ടായിരിക്കും. കുത്തി കഴിയുമ്പോൾ അവിടെ സെൻസ് ചെയ്യുന്ന ചാർജിങ് സ്റ്റേഷനിൽ എന്തെങ്കിലും സെറ്റപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. വേണമെന്ന് വെച്ചാൽ നടക്കാത്തൊന്നുമില്ല. അതിന് വേണ്ട കുറച്ച് സെൻസറുകൾ വാഹനത്തിൽ അഡീഷണൽ ആയിട്ട് ചെയ്താൽ മതി. ഇതുവഴി 2-3 ഗുണങ്ങളാണ് ഞാൻ കാണുന്നത്. ഒന്ന്, മുട്ടിന് ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ കാറിന് പ്രശ്നമില്ല. 2 വീലറിൽ ചാർജർ കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് KSEBിയുടെ പോസ്റ്റ് ഒന്ന് കുത്തി ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻ കേസ് ഞാനത് എടുക്കാൻ വിട്ടുപോയി കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലെത്തി എനിക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അടുത്ത് വരാൻ പോകുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന ആകർഷണമാണ്, വഴി നീളെ ചാർജിങ് സ്റ്റേഷനുകൾ വരുന്നുണ്ട്. പക്ഷേ എല്ലാ വാഹനത്തിനെയും ചാർജ് ചെയ്യാൻ പറ്റും. ഞാൻ ഇതേവരെ ഉപയോഗിക്കാത്ത വ്യക്തിയാണ്, തുറന്നു പറയുന്നു. അതുകൊണ്ട് എനിക്ക് അതിന്റെ ഗുണവും ദോഷം മുഴുവനായിട്ടൊന്നും അറിയില്ല. അറിയാവുന്ന കാര്യങ്ങളെ കുറിച്ച് സംശയമാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കിട്ടിയേ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമോ ഇല്ലയോ? ഇത് തീരുമാനമെടുക്കേണ്ട ഇന്ത്യൻ തലത്തിൽ ഇതിന്റെ മുകളിൽ ഒരു തീരുമാനത്തിൽ എത്തിക്കേണ്ട ചുമതല ശ്രീ നിതിൻ ഗഡ്കരിജി അദ്ദേഹത്തിനാണ്. കാരണം ഒരു ഒട്ടനവധി മാറ്റങ്ങൾ വാഹന ലോകത്ത് അദ്ദേഹം കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നീക്കവും വരികയാണെങ്കിൽ ലോകത്ത് വരുന്ന മറ്റൊരു വിപ്ലവമായിരിക്കും അത്. ആൾക്കാർ കൂടുതൽ വിയിലേക്ക് മാറും, അന്തരീക്ഷ മലിനീകരണം കുറയും. കഴിഞ്ഞ ദിവസം ഹോണ്ടയും വിയിലേക്ക് വരുന്നു. അപ്പോൾ നിരത്തുകളിൽ നിറയുമ്പോൾ നേരിടുന്ന പ്രധാന വെല്ലുവിളി ചാർജിങ് ആണ്. ചാർജിങ്ങിന് വേണ്ട ഇതേപോലുള്ള ഒരു സ്റ്റാൻഡേർഡ് വരേണ്ടതല്ലേ? നിങ്ങളുടെ അഭിപ്രായം ദയവായി കമൻ്റായിട്ട് അറിയിക്കുക. നന്ദി.